സമയക്കുറവ് ഉള്ളതുകൊണ്ടും ഒരു അധ്യാപകനായതുകൊണ്ടും അധ്യാപകർ പൊതുവെ മൈതാന പ്രസംഗങ്ങളോ അല്ലെങ്കിൽ തെരുവ് പ്രസംഗങ്ങളോ ശോഭിക്കാറില്ല എന്നുള്ളതാണ് പൊതുവെ ഒരു സത്യം. ഒരു ക്ലാസ് എടുക്കുന്ന പോലെ ചിലപ്പോൾ ഒരു ചടച്ചിൽ അല്ലെങ്കിൽ ഒരു രസക്കുറവ് സംസാരത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാം. അതിനൊരു ക്ഷമ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ സംസാരം തുടങ്ങുകയാണ്. നേരത്തെ പരമേശ്വരേട്ടൻ പറഞ്ഞ പോലെ, അതിനുമുമ്പ് സാനു പറഞ്ഞ പോലെ, ലോകത്ത് മുഴുവൻ ഒരു ഫാഷിസത്തിൻ്റെ പലതരത്തിലുള്ള അനുരണനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും ട്രംപിനെ പോലെ ഒരു പ്രധാനമന്ത്രി, ഒരു പ്രസിഡന്റോ വരുന്നുള്ള ആഗ്രഹങ്ങൾ ആളുകൾ പ്രകടിപ്പിച്ചു തുടങ്ങി. ഞാൻ അടുത്ത കാലത്ത് ഇറാനിൽ പോയപ്പോൾ അവിടെ അന്ന് ആ സമയത്ത്, അടുത്ത കാലത്തല്ല കുറച്ച് മുമ്പ്, ഹസൻ റോഹാനി എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു കുറച്ചുകൂടിയും ഒരു തണുത്ത പ്രധാനമന്ത്രി, ഒരു പ്രസിഡന്റ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തെ മാറ്റി ട്രംപ് വേണം, ട്രംപിനെ പോലെ ഒരു പ്രസിഡന്റ് ഞങ്ങൾക്ക് വേണമെന്ന് ഇറാനിലെ തെരുവുകളിലെ ആളുകൾ പ്രസംഗിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ലോകത്തെല്ലാം ഒരു ട്രംപ്, അതിന്റെ ക്ലോൺ, ചെറിയ ട്രംപെങ്കിലും ലോകത്ത് വരുന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ ഇങ്ങനെ ദിവസം പെരുകി വരുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതില് എന്താണ് ഈ ട്രംപ് വൽക്കരണം? ഞാനതിൻ്റെ ഒരു ചെറിയ പതിപ്പ്, ഇന്ത്യൻ പതിപ്പിനെ അവതരിപ്പിച്ചുകൊണ്ട് എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു മനസ്സിലാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ട്രംപ് എടുത്തു നോക്കാം. ട്രംപിന്റെ വിജയം വലിയ അത്ഭുതമായിരുന്നു. പക്ഷേ പൊതുവിൽ ഇത് കുറച്ചു കാലമായിട്ട് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഇതൊരു അത്ഭുതമല്ലായിരുന്നു. പൊതുവെ ഈ കാര്യങ്ങളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന, ചർച്ച ചെയ്യുന്ന, എഴുതുന്ന ആളുകൾക്ക് പൊതുവിൽ ഈ ഒരു അത്ഭുതം ഉണ്ടായിരുന്നില്ല. അതിന് കാരണം ട്രംപ് ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ആന്റി മൈഗ്രേഷൻ, ആന്റി ഇമിഗ്രേഷൻ. അതായത് അവിടേക്ക് വരുന്ന, ഇപ്പോൾ പ്രത്യേകിച്ച് അയൽ പ്രദേശങ്ങളായിട്ടുള്ള മെക്സിക്കോ എന്നും നോർത്തേൺ അമേരിക്കയുടെ പല ഭാഗത്തും സദേൺ അമേരിക്ക എന്നൊക്കെ വരുന്ന ആളുകളെ തടയുക. നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾ അവിടുത്തെ ട്രംപിന്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ചോദിച്ചാൽ, ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സംഭാവന എന്തെന്ന് വെച്ചാൽ ഒരു വലിയ വൻ മതിൽ പണിതു. ആ മതിൽ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. ഇന്ത്യയിലൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ റാഡ്ക്ലിഫ് ലൈൻ, മക്മോഹൻ ലൈൻ എന്നൊക്കെ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനിൽ ഇന്ത്യയും ചൈനയൊക്കെ വേർതിരിക്കുന്ന വിഭജന രേഖകൾ പലപ്പോഴും നമുക്ക് കാണുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്. എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യം, നേരത്തെ പരമേശ്വരേട്ടൻ പറഞ്ഞതുപോലെ, ലോകത്ത് ഇത്രയും വികസിച്ച ഒരു സ്ഥലത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി വലിയൊരു മതിൽ പണിയുക. ആ മതിൽ അപ്പാർത്തൈഡ് വാൾ എന്ന് പറയുന്നത്, അതായത് സൗത്ത് ആഫ്രിക്കയിലൊക്കെ ചെയ്ത പോലെ വെള്ളക്കാരെയും കറുത്ത വർഗ്ഗക്കാരെയൊക്കെ മാറ്റി നിർത്തുന്ന പോലെ ഒരു വലിയ മതിൽ പണിതു. അതിന് അദ്ദേഹം പറഞ്ഞത് ബ്യൂട്ടിഫുൾ വാൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഏറ്റവും സൗന്ദര്യമുള്ള ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇതൊന്ന്. രണ്ടാമത്തത്, അവിടെ ഇപ്പം നിങ്ങൾക്കറിയാം, 50 വർഷം കഴിഞ്ഞാൽ അമേരിക്ക ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആളുകളായി മാറും. അത്ഭുതം പ്രകടിപ്പിക്കേണ്ട, അടുത്ത 50 വർഷം കഴിഞ്ഞാൽ അവിടെ സംസാരിക്കാൻ പോകുന്നത് സ്പാനിഷാണ്. ഹിസ്പാനിക്സ് എന്ന് പറയുന്ന സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഒരു വലിയൊരു കൂട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഭയമുണ്ട് അവർക്ക്. അതിനെ പല രീതിയിലാണ് പ്രതിരോധിക്കുന്നത്. ഇന്ത്യയിലൊക്കെ തന്നെ അതിന്റെ ചെറിയ പതിപ്പുകൾ നടന്നു പറയുന്നു. അമേരിക്ക ചെയ്യുന്ന സംഗതി എന്ന് വെച്ചാൽ, അത് ആദ്യം തുടങ്ങിയത് ക്ലിന്റനാണ്. ക്ലിന്റൺ എന്തെന്ന് വെച്ചാൽ, ക്ലിന്റൺ ഒരു വൈറ്റ് അമേരിക്കനാണ്. സാധാരണ വൈറ്റ് അമേരിക്കൻസിന് ആഫ്രോ ഏഷ്യൻ എന്ന് പറയുന്ന അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരെ തീരെ താല്പര്യം കാണിക്കാറില്ല. പക്ഷെ ആദ്യമായിട്ട് ക്ലിന്റൺ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ, അദ്ദേഹം ആഫ്രോ അമേരിക്കൻ ആയിട്ടുള്ള കോളിൻ പവലിനെ പിടിച്ചിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി ആക്കി, അവിടുത്തെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയാക്കി. അവിടുത്തെ അദ്ദേഹം ഡിക് ചെനി എന്ന് പറയുന്ന ജൂതനെ, യഹൂദരെ അവർക്ക് തീരെ താല്പര്യമില്ല, പക്ഷേ ആ യഹൂദനെ പിടിച്ച് അദ്ദേഹം പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. കോണ്ടോളീസ റൈസ് എന്ന് പറയുന്ന ബ്ലാക്ക് ആഫ്രിക്കൻ കക്ഷിയെ പിടിച്ച ആള് ഏറ്റവും പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇതിന്റെ ഒരു ചെറിയ പതിപ്പാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രൈബൽ പ്രസിഡന്റ് ആദ്യമായിട്ട് വരുന്നു, ഒരു SC/ST പ്രസിഡന്റ് വരുന്നു. BJPക്ക് തന്നെ അത്ഭുതകരമായ രീതിയിൽ കുറെ കാലത്ത് എടുത്തു നോക്കുകയാണ്, പല സ്റ്റേറ്റുകളിലും അവിടെ BJP ചീഫായിട്ട് വരുന്നത് ഒരു ട്രൈബൽ അല്ലെങ്കിൽ ഒരു OBC അല്ലെങ്കിൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റിയുടെ ആളുകളാണ്. ബംഗാരു ലക്ഷ്മണൻ നമുക്ക് വലിയ അത്ഭുതമായിരുന്നു. പക്ഷെ ഇതൊക്കെ ഒരു തരത്തിൽ ഈ ഒരു വലിയ ട്രാപ്പാണത്. ഈ ട്രാപ്പ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഫാഷിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്ത് നമ്മളെപ്പോഴും ഫാഷിസം നൽകുന്ന ഒരു ക്ലോഷർ ഉണ്ട്, ഒരു അടവുണ്ട്, ഒരു തുറവുണ്ട്. അടവെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ
അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അടവാണത്. അടവെന്ന് പറഞ്ഞാൽ തന്ത്രം എന്നുള്ളതിലല്ല, മറിച്ച് ക്ലോഷർ. അതൊരു അടഞ്ഞ അവസ്ഥ ഉണ്ടാകും. ആ അടഞ്ഞ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ കാലമായിട്ട് കഴിഞ്ഞ 30 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പം പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചൊരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പം അടിയന്തരാവസ്ഥക്കെതിരെയുള്ള വലിയ പോരാട്ടങ്ങൾ, വലിയ തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള വലിയ സംഭവങ്ങൾ നടന്നൊരു സമയം തുടങ്ങിയിട്ട്, അതിനുശേഷം നമുക്ക് ബാബറി മസ്ജിദ് പൊളിക്കുന്ന 92-ൽ അത് വലിയൊരു നമുക്ക് വലിയ മാനക്കേടുണ്ടാക്കിയും അതിനെ നമ്മൾ പല രീതിയിലൊക്കെ പ്രതിരോധിക്കുകയൊക്കെ ചെയ്തു. മൂന്നാമത് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഈ 3-4 സംഭവങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ വേറെ തരത്തിൽ ഒരു മെച്യൂരിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കാൻ കഴിഞ്ഞു. അതിനങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചില ആലോചനകൾ, പുതിയ പുതിയ ആശയങ്ങളൊക്കെ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പുതിയ സംഗതികൾ വന്നു. ഇപ്പം പറയട്ടെ, ഒന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഏറ്റവും ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു നിയമമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിലോ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലോ നിങ്ങളുടെ ഗവൺമെൻറ് ഓഫീസുകളിലോ ഉള്ളൊരു വിവര രേഖ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് ലോകത്ത് ആർക്കും പറ്റില്ലത്. ഇത്രയും പറയുന്ന ജനാധിപത്യത്തെക്കുറിച്ച് വളരെ വാദോരാതെ സംസാരിക്കുന്ന അമേരിക്ക പാർലമെന്റിൽ പോലും, പാർലമെന്റ് തമാശയായിട്ട് പറയാറുണ്ട്, പാർലമെന്റിൽ ഡിബേറ്റ് എടുത്ത് നോക്കണേ, അമേരിക്കയിൽ മോണിക്ക ലെവിൻസ്കിയുടെ ഡിബേറ്റാണ് ഏറ്റവും വലിയ ഡിബേറ്റ് ആയിരുന്നത്. അത് മറ്റേ ക്ലിന്റനും ഇവരും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പാർലമെന്റ് ഡിബേറ്റ് നടന്നത്. നമ്മുടെ കുറച്ച് കാലത്തെ 30 വർഷത്തെ ഡിബേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര മാറ്റം വന്ന ഇതായിരുന്നു. ഇത്രയും ഒരു വലിയ മെച്യൂരിറ്റി, അല്ലെങ്കിൽ ഒരു വേറെ തരത്തിലേക്ക് ജനാധിപത്യം എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ഇന്ത്യയിൽ നടന്നു. പക്ഷെ അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 2014 ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു അന്വേഷണം. ഈ 14 മുമ്പുള്ള ഇപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്ന കുറേ അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള ഒരു ജനത വരികയും ആ ജനത പലപ്പോഴും ഇത്തരം അവകാശങ്ങൾ നമ്മളൊക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് ആലോചിക്കുകയായിരുന്നു. നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ പോരാ, ഒന്നും കൂടെ നമുക്ക് പല സ്ഥാപനങ്ങളെയും പല ആളുകളെയും കൂടെയും പല ഓഫീസുകളെയും കൂടിയും റൈറ്റ് ടു ഇൻഫർമേഷൻ ഉൾക്കൊള്ളിക്കണം എന്ന് ആവശ്യപ്പെട്ട ഒരു ഘട്ടത്തിലായിരുന്നു പെട്ടെന്ന് ഒരു അവസാനം വന്നത്. ഇന്ന് നീരാജ് ചന്ദോക് എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ എഴുതിയൊരു വാചകമുണ്ട്. അവർ പറയുന്നത്, ഇന്ന് ആളുകൾ ചിന്തിക്കുന്നത് റൈറ്റ് ടു ഇൻഫർമേഷനോ അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷനോ അല്ല, മറിച്ച് റൈറ്റ് നോട്ട് ടു ബി കിൽഡ്, റൈറ്റ് നോട്ട് ടു ബി ലിഞ്ച്ഡ്, അത് കൊല്ലപ്പെടാതിരിക്കാനുള്ള ഒരു അവകാശം. നമുക്ക് വിവരാവകാശത്തെക്കാൾ ഇന്ന് നമ്മൾ ഫീൽ ചെയ്യുന്ന കൊല്ലപ്പെടാതിരിക്കാനുള്ള അവകാശം. പല വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ദളിത് മുസ്ലിം വിഭാഗങ്ങളൊക്കെ ആലോചിക്കുന്നത് ഇന്ന് എങ്ങനെ കൊല്ലപ്പെടാതിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ലിഞ്ചിങ് ഒരു കൊല ചെയ്യപ്പെടാതിരിക്കാം, അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ മാറ്റം ഇവിടെ സംഭവിച്ചു. ഇനി ഇതിൻ്റെ മറുവശത്തൊരു തുറവുണ്ട്, ഒരു ഓപ്പൺ. ആ ഓപ്പൺ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഫാഷിസത്തിനെതിരെ വലിയ വലിയ പോരാട്ടങ്ങൾ ഇന്ത്യയിൽ ഇതേ സ്ഥലത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കർഷക സമരത്തിൽ ഒരുപാട് പലതരത്തിലുള്ള എലമെന്റ്സ് വർക്ക് ചെയ്യുന്നു. എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നി, ഞാൻ ഏതാണ്ട് 22 വർഷക്കാലം ഡൽഹിയിൽ ജീവിച്ചിട്ടുണ്ട്. അതിലേറ്റവും പൊതുവെ നമ്മൾ ഒരു രാഷ്ട്രീയമായിട്ട് അത്രയും ബോധ്യങ്ങളുള്ള ഒരു ജനതയല്ല എന്ന് നമ്മൾ തെറ്റായ ധാരണയോടെ കണ്ടുകൊണ്ടിരുന്ന ജാട്ടുകളാണ് ഈ കർഷക സമരത്തിൻ്റെ ഏറ്റവും വലിയ പോരാളികളായിരുന്നത്. മറുവിഭാഗം സിഖുകാരാണ്. സിഖുകാരെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാരണം വെച്ചാൽ സിഖ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 1984 രാജീവ് ഗാന്ധി 84 പ്രധാനമന്ത്രിയായ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം വലിയൊരു കൂട്ടക്കൊല നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ 1989 ആദ്യമായിട്ട് ഡൽഹി പോകുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴും അതിൻ്റെ പല അനുരണനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു ഭീതിയോടെ കഴിയുന്ന സിഖുകാരായിരുന്നു. സിഖ് കൂട്ടക്കൊല എന്ന് പറയുന്ന 3000 പരം ആളുകളെ കൊന്നുകളഞ്ഞു. RSSും കോൺഗ്രസിലെ പല RSS അനുകൂലികളായിട്ടുള്ള ആളുകളും ചേർത്ത് കൊന്നുകളഞ്ഞാണ്. ഏറ്റവും വലിയ ഇന്ത്യ കണ്ട ഗുജറാത്ത് പോലെ തന്നെ ഒരു കൂട്ടക്കൊലയായിരുന്നു. അതിനുശേഷം സിഖ് കമ്മ്യൂണിറ്റിക്ക് എന്ത് സംഭവിച്ചു? കുറച്ച് വെള്ളം കുടിക്കണം. പ്രമേഹത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നുണ്ട്. ഈ സിഖ് കമ്മ്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ നേരെ ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ
ഈ ഫാഷിസത്തെ പ്രതിരോധിക്കാനുള്ള ഒരു ഉൾക്കാഴ്ച അവർ നേടിയെടുത്തു, ഒരു രാഷ്ട്രീയ ബോധം അവർ നേടിയെടുത്തു. അത് സിഖുകാർ ചെയ്തത് അതിനെ തീവ്രവാദത്തിലൂടെ നേരിടുന്നല്ലേ ചെയ്തത്. അവർ ചെയ്യുന്ന വെച്ചാൽ നേരെ പാലായനം നടത്തി. നിങ്ങൾക്കറിയാം 1954 ശേഷം സിഖുകാർ കൂട്ടപാലായനമായിരുന്നു. ഡൽഹിയിൽ നിന്ന് കാനഡയിലേക്കും അമേരിക്കയിലേക്കും UK ചെന്ന ഒരുപാട് സിഖുകാർ വന്നു. അവിടെ പതുക്കെ അവർ ഏറ്റവും ബുദ്ധിപൂർവ്വം വലിയ മാധ്യമങ്ങൾ അവർ കയ്യിലാക്കി, സിനിമകൾ അവർ കയ്യിലാക്കി. ഞാനൊരു സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. നിങ്ങൾ 30 വർഷം മുമ്പ് ഒരു ഹിന്ദി സിനിമ കണ്ടാൽ അതിലെ ഏറ്റവും കോമാളി ആയിട്ടുള്ള ഒരു വേഷം കെട്ടിയിരുന്നത് സിഖുകാരനായിരുന്നു. സിഖുകാർ എന്ന് പറയുന്നത് നമ്മൾ സർദാർജി ജോക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കാറുണ്ടായിരുന്നു. ഇന്ന് സിനിമ എടുത്തു നോക്കുക, ഇന്ന് സിംഗ് ഈസ് കിങ് എന്ന് പറയുന്ന സിനിമയാണ്. ഇന്ന് നടക്കുന്ന NRI സിനിമകൾ എന്ന് പറയുന്ന വിദേശ മൂലധനത്തോടെ നിർമ്മിക്കപ്പെടുന്ന മിക്കവാറും സിനിമകളുടെ പിന്നിലും സിഖുകാരാണ്. ഒരു ജനത എങ്ങനെ ജനാധിപത്യമായ രീതിയിൽ മാറാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സിഖുകാർ. കർഷക സമരത്തിന് നിങ്ങൾ എടുത്തു നോക്കിയപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തിരുന്നത് സിഖുകാരായിരുന്നു. സിഖ് ലങ്കാറുകൾ എല്ലായിടത്തും സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തു. ഷഹീൻ ബാഗിൽ നടന്ന പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരം എടുത്തു നോക്കുക, അവിടെയും സിഖുകാരാണ് വന്നത്. ഇന്ന് കാനഡയിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാനഡയിൽ ഇന്ന് വലിയൊരു നാണക്കേട് നമുക്ക് എത്തിച്ചേരേണ്ടി വന്നു. അത്രയും മോശപ്പെട്ടൊരവസ്ഥയിലേക്ക്. കാരണം അവിടെ ഏറ്റവും ബോധമുള്ള അവകാശങ്ങളെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ബോധമുള്ള ഒരു ജനതയിലേക്കുള്ള വികാസം സിഖുകാർക്ക് നടന്നു. ഇത് നമുക്ക് വലിയ പാഠമാണ്. ശരിക്കും ഒരു തരത്തിലും പലരും തീവ്രവാദ രീതികളൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം സിഖുകാരാണ് ഏറ്റവും വലിയ ഉദാഹരണം. എങ്ങനെ ഒരു ജനത ജനാധിപത്യവൽക്കരിക്കപ്പെടാൻ കഴിഞ്ഞു. ഒരു പരപ്രേരണയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു പുതിയൊരാൾ വന്ന ഒരു നേതാവ് വന്നിട്ട് ഉണ്ടാക്കിയ മാറ്റമല്ല, മറിച്ച് ആളുകൾ ചിന്തിച്ച് ഈ സിഖുകാരുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ പല സാമൂഹിക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഫാഷിസത്തിന്റെ ഇരകളായിട്ടുള്ള പല സാമൂഹിക വിഭാഗങ്ങൾക്കും ഏറ്റവും നല്ല മാതൃകയായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ അവഹേളനത്തെ മറികടക്കുന്നത് അങ്ങനെയാണ്. ശരിക്കും ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ, ഇപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമുള്ള യൂണിവേഴ്സിറ്റി അടുത്ത കാലത്ത് ഉണ്ടാക്കിയ മാറ്റം വലിയ മാറ്റമാണ്. അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ശരിക്കും ഒരു മോഡലായിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സിഖുകാരാണ്. ഒരു സംശയം വേണ്ട, ഏറ്റവും വലിയ അത്ഭുതം ഇന്ത്യയിൽ ഉണ്ടാക്കിയത് സിഖുകാരാണ്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ ജനാധിപത്യവും ഫാഷിസവും തമ്മിലുള്ള ഒരു തരത്തിലുള്ള കുഴമറച്ചിലുണ്ട് പലപ്പോഴും. നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവെ രണ്ട് തരത്തിൽ നമ്മൾ ജനാധിപത്യത്തെ വിലയിരുത്താറുണ്ട്. ഒന്ന്, ഈ ജനാധിപത്യം അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പ്രൊസീജിയറൽ ഡെമോക്രസി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി എന്ന് പറയാറുണ്ട്. സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ നടക്കുന്നു, വലിയ മാമാങ്കം പോലെ ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷൻ മോശമെല്ലാം പറയുന്നു, മറിച്ച് അതിലൂടെ കടന്നു വരുന്ന, അതിലൂടെ വോട്ട് ചെയ്ത് വിജയിച്ച് വലിയ അവകാശവാദങ്ങളുമായി വരുന്ന പാർട്ടികൾ ചെയ്യുന്ന സംഗതികൾ എന്താണ്? അതാണോ ശരിക്കും ജനാധിപത്യം? അതോ മറിച്ച് മറ്റൊരു രീതിയിൽ ജനാധിപത്യത്തെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് വിയോജിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് വിയോജിക്കാൻ കഴിയണം ജനാധിപത്യത്തിൽ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ കഴിയണം, നമ്മുടെ അവകാശങ്ങൾ പറയാൻ കഴിയണം. അതല്ലെങ്കിൽ ജനാധിപത്യത്തിന് വലിയൊരു കാരണം മറ്റത് ഭൂരിപക്ഷത്തിൻ്റെ മാത്രം അഭിപ്രായം പറഞ്ഞും കേട്ടും മനസ്സിലാക്കിയും അടിച്ചേൽപ്പിച്ചും ഒക്കെ പോകുന്നൊരു ജനാധിപത്യമാണ്. അവിടെ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിന് അങ്ങനത്തെ നല്ലൊരു ഇതുണ്ടായിരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും നല്ല ലോകത്ത് നമുക്ക് പൊക്കി പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ ചർച്ചകളൊക്കെ തന്നെ വെറും കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് പേരെന്ന് എഴുതിയല്ല, കുറേ കാലത്തെ ചർച്ചകൾ. നേരത്തെ സാനു പറഞ്ഞ പോലെ ഒരുപാട് കാലം നമ്മുടെ സാനുവല്ല പരമേശ്വരൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യം നമ്മൾ ആലോചിച്ച് ചിന്തിച്ച കാര്യങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് മാറിയത്. ദേശീയ സമരത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉണ്ടാക്കിയ മൂല്യങ്ങളൊക്കെ പ്രതിഫലിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. എൻ്റെ ഒരു തമാശ എന്ന് വെച്ചാൽ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഞാനൊരു ചെറിയൊരു താരതമ്യം ചെയ്യുകയാണ്. ഈ ഫാഷിസം നേരത്തെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെയുള്ള വാദം നടക്കുന്നുണ്ട്. ഫാഷിസം തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫാഷിസം തന്നെയാണ്, ഒരു സംശയമില്ല. അത് ഫാഷിസത്തിന്റെ വേറെ രൂപമാണ്. പക്ഷെ
അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം നിന്നിരുന്ന ആളുകൾ, അന്ന് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഫാഷിസത്തിന് ചുക്കാൻ പിടിച്ച സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ എലമെന്റ് ആയിരുന്നു. സഞ്ജയ് ഗാന്ധിക്ക് കോൺസ്റ്റിറ്റ്യൂഷനുള്ളിൽ വലിയ റോൾ ഉണ്ടായിരുന്നില്ല. സഞ്ജയ് ഗാന്ധി പുറത്തു നിന്നിരുന്ന ഒരാളായിരുന്നു. ഇന്നത്തെ ഫാഷിസ്റ്റിനെ പറ്റി വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ തരത്തിൽ മാറ്റം വരുത്താമെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറി. നമ്മുടെ ഏറ്റവും നല്ല കോൺസ്റ്റിറ്റ്യൂഷനെ അതിനെ വികലമാക്കാനും അതിന് വേറെ തരത്തിൽ, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന ഒരു അവസ്ഥയല്ല ഇവർ കൊണ്ടുവരുന്നത്. അവസ്ഥയിലല്ല ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇതെല്ലാം. ഇപ്പോൾ എല്ലാ തരത്തിലും എടുത്തു നോക്കുക, ജുഡീഷ്യറി എടുത്തു നോക്കുക, അല്ലെങ്കിൽ പാർലമെന്റ്, ഇതിലൊക്കെ നടക്കുന്ന ചർച്ചകളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ വിധേയമാണ്. പുറത്തു നോക്കിയാൽ, അകമേ നോക്കിയാൽ മനസ്സിലാവും ഇതിനെ വികൃതമാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അത് ഏറ്റവും വലിയ ഉദാഹരണം ആ രീതിയിൽ നമ്മുടെ യൂണിഫോം സിവിൽ കോഡാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇതൊരു ജനാധിപത്യവൽക്കരണം നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. ജനാധിപത്യവൽക്കരണം നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് മോദി എന്ന് പറയുന്നത് ഒരു ഫിഗർ. മോദിയുടെ രണ്ട് തരത്തിലുള്ള സംഗതി. ഒന്ന് മോഡിയുടെ കമ്മ്യൂണിക്കേഷനാണ്. മോഡിയുടെ ഒരു ഞാൻ പറഞ്ഞൊരു ആശയവിനിമയമാണ് മോഡിയുടെ. ഈ ആശയവിനിമയം ഭയങ്കര രസമാണ്. മോഡി സംസാരിക്കുന്ന എപ്പോഴും സാധാരണക്കാരന് വേണ്ടിയിട്ടെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ മോഡി ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് മോഡി ഒരുപാട് പ്രസ്താവനകൾ നടത്തി. ഈ പ്രസ്താവനകളൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഭയങ്കര ആനമണ്ടത്തരമാണ്, വലിയ ബ്ലണ്ടറാണെന്ന് വിചാരിക്കും. ഇപ്പോൾ റഡാറ് ഒരു വലിയ വെടിത്തരം പറഞ്ഞു അദ്ദേഹം. റഡാറിൻ്റെ കണ്ണിൽപ്പെടാതെ ജെറ്റ് കൊണ്ടുപോകാൻ പറ്റും, മഴയുടെ തുള്ളികൾക്കിടയിൽ കൂടെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. ഇത് അല്ലെങ്കിൽ വേറെ ഉദാഹരണം പറഞ്ഞു, പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് ഗണേശൻ ഉണ്ടായെന്ന് പറയുന്നത്, നമ്മുടെ ഗണപതി ഉണ്ടായെന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് അറിയാം. ഇത് ഇന്ത്യയിലെ ബുദ്ധിയുള്ള വിദ്യാഭ്യാസമുള്ള ആരും വിശ്വസിക്കില്ല എന്ന് മുഖവിലേക്ക് എടുക്കല്ല അദ്ദേഹം അറിയാം. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന വെച്ചാൽ, അദ്ദേഹത്തിന് ആളുകൾ വേണ്ട. 10%, 20%, 30% പത്രം വായിക്കുന്ന വിദ്യാഭ്യാസ പൗരബോധമുള്ള ഇത്തരം കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കാത്ത ആളുകളെ വേണ്ട. അദ്ദേഹം ബാക്കി 130 കോടി ജനങ്ങളിൽ ബാക്കിയുള്ള 80%, 70% വേണ്ടിയാണ് അദ്ദേഹം ഒരു പോപ്പുലർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് അങ്ങനെയാണ് അദ്ദേഹത്തിനെ നേരിടുന്നത്. അദ്ദേഹത്തിന് തമാശ എന്ന് വെച്ചാൽ, നമ്മൾ പറയും അയ്യോ ഇത് ഭയങ്കര മണ്ടത്തരം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും മണ്ടത്തരമാണ് അദ്ദേഹം ചെയ്യുന്ന മണ്ടത്തരാണെന്ന് പറയും. പക്ഷെ ആ മണ്ടത്തരം ഭംഗിയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും. അതാണ് ഫാഷിസത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ എടുത്തു നോക്കിയോ, നിങ്ങൾ ഈ വാട്സപ്പിൽ വരുന്ന സംഗതികൾ 90% മണ്ടത്തരങ്ങളായിരിക്കാം. പക്ഷെ ഈ 90% മണ്ടത്തരം നമ്മുടെ പോലെ ബുദ്ധിയുള്ള ആൾക്കാർ, നമ്മുടെ പോലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, നമ്മുടെ പോലെ ആലോചിക്കുന്ന ആൾക്കാരോ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. അത് ഇന്ത്യയിലെ നിരക്ഷരായിട്ടുള്ള ആളുകൾക്കും വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്ക് അവർക്കറിയാം കൃത്യമായിട്ട് ഇതിനെ ടാർഗറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് സംഗതി വിജയിക്കും അറിയാം. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നടന്നത്. രണ്ടാമത്തത് ഈ കാസ്റ്റ് എന്ന് പറയുന്ന സംഗതി കൃത്യമായിട്ട് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് OBC ആണെന്ന്. എല്ലായിടത്തും പുള്ളി പറയുന്ന OBC ആണ്. നേരത്തെ ഞാൻ അമേരിക്കൻ സാഹചര്യവുമായിട്ടൊന്ന് ചേർത്ത് വായിക്കുകയാണ്. അമേരിക്കയിൽ ചെയ്ത പോലെ തന്നെയാണ്. അമേരിക്കയിൽ കൃത്യമായിട്ട് ഹിസ്പാനിക്കുകളെ, സ്പാനിഷ് സംസാരിക്കുന്ന ആളുകളുടെ വരവിനെ തടയാൻ വേണ്ടിയിട്ടാണ്. ആ തടയുന്ന കൂട്ടത്തിൽ അമേരിക്കയിൽ ജീവിക്കുന്ന, അതായത് മൈഗ്രേഷനെതിരെ സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള മൈഗ്രൻസ് പോലും ഉണ്ട്. ട്രംപിന്റെ വിജയ സൂചിക എടുക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ സ്റ്റാറ്റിക്സ് എടുക്കുകയാണ്, ആരൊക്കെ വോട്ട് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ഇന്ത്യക്കാർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന, കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. വിശ്വാസികളല്ലാത്ത ആളുകൾ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവരൊക്കെ ഒരു ബാധിക്കുന്ന പ്രശ്നം മൈഗ്രേഷൻ. അപ്പൊ അതിന് പകരം ഒരു അപരത്വം സൃഷ്ടിക്കണം. സാധാരണ സിനിമയിലൊക്കെ പ്രൈം മിനിസ്റ്റർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഉമ്മർ വില്ലനായിട്ട് വരണം. ഉമ്മർ എന്ന് പറയുന്ന വില്ലനാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന നായകന് വലിയൊരു പ്രാധാന്യം കിട്ടുന്നത്. അങ്ങനെ ഒരു വില്ലൻ വേണം. അത് ഹോളിവുഡ് സിനിമയ്ക്ക് എടുത്ത് നോക്കാം. ഹോളിവുഡിൽ ആദ്യമൊക്കെ വില്ലൻ എന്ന് പറയുന്നത്, അവർക്ക് ആദ്യം വില്ലന്മാരുണ്ടായിരുന്നില്ല. പതുക്കെ സോവിയറ്റ് യൂണിയനെ പിടിച്ച് വില്ലനാക്കി. വില്ലത്തരം സോവിയറ്റ് യൂണിയൻ മുഴുവൻ, അല്ലെങ്കിൽ സോവിയറ്റ് ബ്ലോക്കിൽ നിന്ന് വരുന്ന, അതായത് ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് വരുന്ന, കിഴക്കൻ യൂറോപ്പിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും വില്ലന്മാർ. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ജയിക്കില്ല, കാരണം സോവിയറ്റ് യൂണിയൻ തകർന്നു പോയി. ഇനിയിപ്പോൾ വേറെ വില്ലന്മാരുമാണ്. അപ്പോൾ അറബികൾ വില്ലന്മാരായി മാറി. അങ്ങനെ വില്ലന്മാരെ സൃഷ്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു അപരത്തെ സൃഷ്ടിച്ചുകൊണ്ട് ദേശീയതയെ വളർത്തുന്ന ഒരു സംഗതിയാണ്. അത് ഇന്ത്യയിലും സംഭവിക്കുന്നുണ്ട്. അത് ഹിറ്റ്ലറുടെ കാലത്ത് വളരെ ഭംഗിയായിട്ട് ഹിറ്റ്ലർ ഉപയോഗിച്ച സാധനമാണ്. ഇവരെല്ലാം മാതൃക എന്ന് പറയുന്നത്, ഇവിടെ എല്ലാവരുടെയും ഒരു പ്രധാന മാസ്റ്റർ എന്ന് പറയുന്നത് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ ഉപയോഗിച്ച തന്ത്രങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്.
ഹിറ്റ്ലർക്ക് ഒരിക്കലും, അല്ലെങ്കിൽ നാസി പാർട്ടികൾക്ക്, അല്ലെങ്കിൽ ഈ അവിടുത്തെ ഫാഷിസ്റ്റ് പാർട്ടികൾക്ക് ഒരിക്കലും അവരുടെ സംസ്കാരത്തിൽ വലിയ ഒരു ഊന്നൽ നൽകാൻ പറ്റിയിട്ടില്ല. അവരാളുകളുടെ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായ ചില അംശങ്ങളെ എടുത്തുകൊണ്ട് അതിനൊന്ന് തട്ടിയും തലോടിയും അതിനൊരു തരത്തിൽ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരിക്കലും അവർക്ക് അവരുടെ സംസ്കാരത്തിൽ ഇപ്പോൾ, അല്ലെങ്കിൽ അവരുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ പലതരത്തിലുള്ള ലിവിങ് ട്രഡീഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു എപ്പിക്സ് എന്ന് പറയുന്നു, ഉപനിഷത്തുകളോ അല്ലെങ്കിൽ മറ്റ്, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയിലെ അവസ്ഥയിൽ കൃത്യമായിട്ട് സിമ്പിൾസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റി. അത് വളരെ ഇതാണ്. കാരണം ബി ജെ പിയുടെ വളർച്ച എടുത്ത് നോക്കിയെന്നുള്ളൂ. ബി ജെ പി എങ്ങനെ വളരുന്നത്? 1986 ശേഷം ബി ജെ പിക്ക് വലിയ വളർച്ച ഉണ്ടായി. എന്താ കാരണം? ഒരു സംശയമുണ്ട്. ടെലിവൈസ്ഡ് രാമായണം ടെലിവിഷൻ കാണിക്കുന്നതാണ്. ഞാൻ 89 പോകുന്നത്, അപ്പോഴും ടെലിവിഷനിലൂടെ രാമായണം കാണിക്കുന്നുണ്ട്. ഡൽഹിയിൽ എൻ്റെ ഒരു പ്രൊഫസർ, JNUവിലെ ഒരു പ്രൊഫസർ തമാശയായിട്ട് പറയാറുണ്ട്, അവർ ഡ്രൈവിംഗ് പഠിച്ചത് രാമായണ സീരിയൽ. കുറേ പ്രാവശ്യം ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമം നടത്തി, പക്ഷേ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ല. ആ സമയത്ത് രാമായണ സീരിയൽ തുടങ്ങിയപ്പോഴത്തേനും അവർക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റി. കാരണം എല്ലാ നിരത്തുകളും ശൂന്യമായി മാറും രാമായണം തുടങ്ങുമ്പോൾ. അതുപോലെ രാമൻ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, 86 മുമ്പ് നമ്മുടെ രാമനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്? നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് രാമൻ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ ശാന്തനും വളരെ മര്യാദാ പുരുഷോത്തമനായിട്ട് രാമനാണ്. 86 ശേഷം രാമന്റെ അവസ്ഥ എന്താണ്? ഒരു വില്ല് കുലച്ച് നിൽക്കുന്ന ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ഒരു രാമനാണ്. ഈ ഒരു ബിംബം അത് കുറേ ഈ ഒരു ഇതിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന എല്ലാ തരത്തിലുള്ള സിമ്പിൾസും അവർ ഏറ്റെടുക്കാൻ പറ്റും. പലതരം ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാൻ പറ്റും. ഇപ്പോൾ 1800കളുടെ അവസാനത്തിലാണ് ശരിക്ക് ഭാരതാംബ എന്ന് പറയുന്ന ചിത്രം വരുന്നത്. ഈ ഭാരതാംബ എന്നൊരു ചിത്രം ആദ്യമൊക്കെ ഭയങ്കര തമാശയായിരുന്നു. കാരണം വെച്ചാൽ അപ്പോൾ അത് ഭാരതം എന്ന് പറയുന്നത് എന്താണ്? അതിൽ കണ്ടഹാറുണ്ട്, ഗാന്ധാരമുണ്ട് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ പെടുന്ന ഭൂപ്രദേശങ്ങളുണ്ട്, പാകിസ്ഥാനിൽ പെടുന്ന ഭൂപ്രദേശങ്ങളുണ്ട്. പല ഈ സൗത്ത് ഏഷ്യയിലെ പല വിഭാഗങ്ങളും ഉൾച്ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. പിന്നെ ഭാരതാംബ മാറി. സ്വാതന്ത്ര്യത്തിന് ശേഷം അവർ നേരത്തെ വരച്ചുകൊണ്ടിരുന്നത് മാറ്റി പാർട്ടീഷന് ശേഷം കൃത്യമായിട്ട് ഇന്ത്യ മാത്രമായിട്ടുള്ള സാധനമായി മാറി. ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ബാസാറി പെയിന്റിങ്സ് എന്ന് പറയും. അത് ഡൽഹിയിൽ ചെന്നാൽ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ പല മാർക്കറ്റുകളും കിട്ടുന്ന ചിത്രങ്ങളിലൂടെയാണ് അവർ ചെയ്തത്. അതൊരു കൃത്യമായിട്ടുള്ള ഒരു ടൂളാക്കി മാറ്റി, കൃത്യമായിട്ടുള്ള ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ഇതിലൂടെ തന്നെ നടക്കാൻ പറ്റിയവർക്ക്. 1986 ഏറ്റവും സക്സസ്ഫുൾ 2 സീറ്റ് ഉണ്ടായിരുന്ന BJP, അതായത് അന്ന് ദീപിക ചിക്ലിയ എന്ന് പറയുന്ന സീതയായിട്ട് അഭിനയിച്ച സ്ത്രീക്ക് അന്ന് പരാജയം സംഭവിച്ചു. പക്ഷേ അവർ തന്നെ ബാക്കി എല്ലാ രാമായണം സ്റ്റാർസിനെ നിർത്തിക്കൊണ്ട് വൻ വിജയം 100ലേക്ക് കടന്നു. അങ്ങനെ പടിപടിയായിട്ട് ഇന്ത്യ പിടിച്ചെടുക്കാൻ പറ്റി. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡലായിരുന്നു. പക്ഷേ യൂറോപ്പിൽ അങ്ങനെ പറ്റിയിരുന്നില്ല. യൂറോപ്പിൽ എന്ന് വെച്ചാൽ അത്രയും വളരെ ഈ സംസ്കാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി നമ്മൾ സംസാരിക്കുമ്പോൾ BJP ഇന്നും പലപ്പോഴും അലയൻസ് പാർട്ണർ വേണം, ഒരു കൂട്ടുകക്ഷി ഭരണത്തിൽ മാത്രം വിജയിക്കാൻ പറ്റുന്നുള്ളൂ. പലപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ഒരു ചെറിയൊരു പ്രതിസന്ധി ഉണ്ടാവും. ഇപ്പോഴും പുതിയ ഒരു ഗവൺമെന്റ് കാലത്തൊക്കെ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇവർക്ക് കൃത്യമായിട്ട് ഒരു ഈ പ്രതിസന്ധി ഇപ്പോൾ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളത് ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ അവരുണ്ടാവുന്നത് എങ്ങനെയാണ്? ഇത് ഇപ്പൊ ഈ യൂറോപ്പിലുണ്ടായിട്ടുള്ള സംഭവം വെച്ചാൽ, യൂറോപ്പിൽ അവർ പലതരത്തിൽ ഈ നേരത്തെ പരമേശ്വരേട്ടൻ പറഞ്ഞ പോലെ അവിടെ എന്തെന്ന് വെച്ചാൽ അവിടുത്തെ അവിടെ ഈ പൊളിറ്റിക്കലി എപ്പോഴും എന്താ പറയാ, പൊളിറ്റിക്കലി അവർക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കൾച്ചറലി പറ്റിയിരുന്നില്ല. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ പൊളിറ്റിക്കലി വലിയൊരു വിജയം അവൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു സ്ഥലത്തൊക്കെ പൊളിറ്റിക്കലി അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായിട്ട് ഒരു എന്താ പറയാ, അപ്രോപ്രിയേഷൻ മലയാളത്തിൽ അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിജയം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് കൾച്ചറലി നമ്മൾ നോക്കാം, വാട്സപ്പ് മെസ്സേജുകളിലൂടെയും ഫേസ്ബുക്ക് മെസ്സേജുകളിലൂടെയും പോസ്റ്റുകളിലൂടെയൊക്കെ അവർക്ക് ഭംഗിയായിട്ട് ഇതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റേത് ഇപ്പൊ അന്നത്തെ ഇപ്പൊ യൂറോപ്പിലൊക്കെ എടുത്തു നോക്കുക, കുറേ കാലത്തെ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ട് അന്നത്തെ പ്രധാന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഈ നിയോ ലിബറലിസത്തിന് മുമ്പുള്ള
ഒരു ക്യാപിറ്റലിസ്റ്റിന്റെ വളർച്ചയിൽ അതിൻ്റെ ഇരകളായ മനുഷ്യന്മാരെ ഏറ്റെടുത്തുകൊണ്ടാണ് ഫാഷിസം വളർന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ നമ്മുടെ പരമേശ്വരൻ പറഞ്ഞ പോലെ ഇരകളെ പിടിച്ചുകൊണ്ടാണ്. ആരാണ് ഈ നവ ഉദാരവൽക്കരണത്തിന്റെയും അതിനു മുമ്പുള്ള പലതരത്തിലുള്ള ഉദാരവൽക്കരണങ്ങളുടെയും ഇരകൾ ആരാണ്? അവരെയാണ് അവർ പിടിക്കുന്നത് ആദ്യമായിട്ട്. അവരെ കൊണ്ട് തന്നെ. അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ, മൂന്നാമത്തെ ഒരു കാര്യമാണ് ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥയിൽ ഏറ്റവും താഴ്ന്ന ആളുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ജാതി വ്യവസ്ഥയിൽ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു, ഈ ജാതികളെ കൊണ്ട്, കീഴ് ജാതികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു ഇതൊരു വലിയ മഹത്തായ പ്രസ്ഥാനമാണെന്ന്. ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഹൈറാർക്കി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരം ശ്രേണീബന്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പറയുകയാണ്, നിങ്ങളാണ് ഇതിൻ്റെ കൊടി പിടിക്കേണ്ടത്. OBC ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണ് അതിനുള്ളത്. പ്രസിഡന്റ് SC ആയിട്ടുള്ള പ്രസിഡന്റ് ഉള്ളത്. നേരത്തെയുള്ള പ്രസിഡന്റ് SC ആയിരുന്നു. ഇപ്പം ഇങ്ങനെയുള്ള ജനങ്ങളെ കൊണ്ട്, ഇത്തരം ആളുകളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് ഫാഷിസത്തെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വ്യത്യാസം. യൂറോപ്പിൽ ഇത് പലപ്പോഴും പൊട്ടിപ്പോകുന്നുണ്ട്. യൂറോപ്പിൽ ഒരു പരിധി വരെയും അത് മറികടക്കാൻ പറ്റുന്നില്ല. തൊഴിലാളികൾ കുറച്ചു കാലം നാഷണൽ പാർട്ടിയുടെ കൂടെ ഒക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ നിയോനാസി പ്രസ്ഥാനങ്ങളുടെ കൂടെ പലപ്പോഴും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് മാറാറുണ്ട്. അത് എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ സംഭവിക്കുന്നത്. പക്ഷേ അതൊക്കെ മാറാനുള്ളൊരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാലും അത് വലിയൊരു വ്യത്യാസമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, ഈ ഇത്തരം ഫാഷിസ്റ്റുകൾ എന്താണ് ചിന്തിക്കുന്നത്? ഞാനൊരു തമാശയായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ഓരോ ജംഗ്ഷനിലും പല ചുവരെഴുത്തുകൾ കാണാം. ഇപ്പോൾ RSSകാർ താമസിക്കുന്ന, അല്ലെങ്കിൽ കൂട്ടായ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഇത് കാണാം. ഇവർക്ക് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടാൻ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ക്യാപ്സൂൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ള സാധനം എവിടെ നിന്ന് കിട്ടുന്നു? നിങ്ങൾ ഏതെങ്കിലും RSSകാരൻ എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കോൺഗ്രസ്സുകാർ എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ടാവും, ലീഗുകാർ എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ മതവിഭാഗങ്ങളും അല്ലെങ്കിൽ സാമുദായിക വിഭാഗങ്ങളും എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് SNDP കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ SNDP പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, അതിൻ്റെ നെടുനായകത്വം വഹിച്ചിരുന്ന ആളുകളൊക്കെ ജീവചരിത്രവും അവരെഴുതിയ അവരുടെ ആത്മകഥയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. C കേശവന്റെ, CB കുഞ്ഞിരാമന്റെ ഒക്കെ വായിക്കാൻ പറ്റും. NSSലുണ്ട്, നിങ്ങൾക്ക് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ ഉണ്ട്. മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. മറ്റേ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിലുണ്ട്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ വ്യാപകമായ ഒരു ശൃംഖല തന്നെയാണ് ആത്മകഥയും ജീവചരിത്രവും. RSSകാരൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവെ ഈ ഫാഷിസത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളിൽ ആരെങ്കിലും ഒരാൾ അടുത്ത കാലത്താണ് ഈ സവർക്കറുടെ, വീരസവർക്കർ എന്നുള്ള ഒരു ഇതിലേക്ക് ഉയർത്തിക്കൊണ്ട് അത്തരം ഇത് വേണമെങ്കിൽ. ബാക്കി നിങ്ങൾ സാധാരണ നാട്ടിൽ നിങ്ങൾ ആരായിരുന്നു? ഇപ്പോൾ തിരൂർ ദിനേശ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അടുത്ത കാലത്ത് കേട്ടു. അയാളാണ് അദ്ദേഹം ഈ ലിറ്ററേച്ചർ മുഴുവൻ എഴുതുന്നത്. നിങ്ങൾ ആരെങ്കിലും അറിയോ? അടുത്ത നാട്ടുകാരനായ തിരൂർക്കാരനാണ്. നമ്മളൊരു പ്രശ്നം വെച്ചാൽ നമ്മളിത് വായിക്കില്ല, നമുക്കറിയില്ല ഇവരെങ്ങനെ വായിക്കും. സാധാരണ ആൾക്കാർക്ക് അതിൽ നിന്നുള്ള ക്യാപ്സൂളുകളാണ് പലപ്പോഴും ഇങ്ങനെ പാസ് ചെയ്ത് പോണത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോഴും ഇത് മണ്ടത്തരമാണ്, ഇത് ആരും വിശ്വസിക്കില്ല എന്ന് കരുതിയും വലിയൊരു ഭാഗം ഇത് വിശ്വസിക്കുകയും, എത്ര മണ്ടത്തരങ്ങളെന്നറിയോ, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ബ്ലണ്ടേഴ്സാണ് ശരിക്കും. പക്ഷേ നമ്മുടെ ഒരു ഉത്തമ ബോധ്യം എന്ന് വെച്ചാൽ ഇതാരും വായിക്കില്ല, വായിച്ചാൽ തന്നെ ഇത് മണ്ടത്തരം പറഞ്ഞ് കളയുന്നു പറയുന്നത്. എന്തൊക്കെ മണ്ടത്തരം എന്നറിയോ? മുമ്പ് മനോരമയാണ് ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പം മനോരമയെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങളുടെ ഒരു വലിയ ശൃംഖല പ്രസരിപ്പിക്കാനുള്ള ഒരു ശൃംഖല സ്ഥാപിച്ചെടുക്കാൻ RSSന് കഴിഞ്ഞു. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇത്തരം ലിറ്ററേച്ചർ കൂടെ വായിക്കുക. അവരെന്താണ് ചിന്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാഥമികമായിട്ട്. എന്നാലേ നമുക്ക് ഫാഷിസം നേരിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും, പ്രത്യേകിച്ച് ഇടതുപക്ഷ ബോധമുള്ള ആളുകളെല്ലാം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഇവരെ ആളുകളെ പ്രചോദിപ്പിക്കുന്നത്, എന്താണ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ലിറ്ററേച്ചർ എന്തൊക്കെ പടച്ചുവിടുന്നുണ്ട്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണ്. ഇതിന് ഫാഷിസം നേരിടാനുള്ള മാർഗം കൂടിയാണ്. നമ്മൾ പലപ്പോഴും അതിനെ അവജ്ഞയോട് കാണും, അല്ലെങ്കിൽ തള്ളിയും മാറ്റൊക്കെ ചെയ്യുന്നതും നിർത്തിയിട്ട് ഇവരെന്താ വായിക്കുന്നത്. കേരളത്തിലെങ്കിലും അത്യാവശ്യം എന്തൊക്കെ തരത്തിലുള്ള മാസികകൾ ഒരു പ്രചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ആശയങ്ങൾ ഇങ്ങനെ പ്രചരിച്ചു പോകുന്നുണ്ട്, ഇത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം കൂടെ നടത്തുക. പിന്നെ ഇതിനൊരു ബദലോ അല്ലെങ്കിൽ നമുക്കൊരു എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും കുറേ തരത്തിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർഷക സമരമാണ്. കർഷകരുടെ ഇതിൽ ഓരം തള്ളപ്പെട്ട അല്ലെങ്കിൽ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഇരകളായിട്ടുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ ഡൽഹിക്ക് ചുറ്റുമുള്ള തെരുവുകളിൽ ഒന്ന് സംസാരിക്കാൻ തുടങ്ങി.
ഇത് വലിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. വളരെ നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത, കോൺഗ്രസിനൊക്കെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ദേശീയമായിട്ടുള്ളൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിന് പിന്നെ പലപ്പോഴും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജോയിൻ ചെയ്യും. ഇപ്പോഴും കോൺഗ്രസ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളത്. രണ്ടാമത് വിദ്യാർത്ഥി സമരങ്ങളാണ്. വിദ്യാർത്ഥി സമരങ്ങൾ നിങ്ങൾക്കറിയാം, JNUവിലും ജാമിയയിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നടന്ന വലിയൊരു സമരങ്ങളുടെ ശൃംഖലയുണ്ട്. ഈ സമരങ്ങൾ ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഓപ്പൺ എന്ന് പറയുന്ന ഒരു തുറവ് ഉണ്ടാക്കുന്ന ഒരു വലിയ സംഗതിയാണ്. മൂന്നാമതായിട്ട് ഇത്തരം ഒരു കൾച്ചറലി എങ്ങനെ നമുക്ക് ഈ ഒരു ഫാഷിസം നേരിടാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിന് ഫാഷിസം മാത്രമല്ല ഞാൻ പറയുന്നത്, സാമ്രാജ്യത്തെ എങ്ങനെ നേരിടാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ പരസ്പരം ഇണചേർന്ന് കഴിയുന്ന സംഗതികളാണ്. ഇപ്പോൾ ഇവിടുത്തെ ഫാഷിസവും ഇവിടുത്തെ ന്യൂ ലിബറലിസവും ഇവിടുത്തെ കുത്തകളും എല്ലാം ഒന്നിച്ച് നിൽക്കുന്ന. ഇപ്പോൾ ഒരു തമാശ, ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, മോഡി നിൽക്കുന്നു, മറ്റേ നമ്മുടെ അദാനി നിൽക്കുന്നു, അംബാനി നിൽക്കുന്നു. അംബാനിയുടെയും അദാനിയുടെയും നടുവിൽ മോഡി നിൽക്കുന്നു. ഒരു കുട്ടി ചോദിക്കുന്നു, ഈ രണ്ടുപേർക്ക് ഇടയിൽ ഇയാൾക്ക് എന്താ കാര്യം ചോദിക്കുന്നു. നടുവിൽ നിൽക്കുന്ന പ്രധാനമന്ത്രിയായിട്ടുള്ള മനുഷ്യൻ യാതൊരു കാര്യമില്ല അവിടെ. കാരണം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടുപേരുമാണ്. അയാളൊരു കൊമാളി വേഷം കെട്ടിക്കൊണ്ട് അവിടെ നിൽക്കണം, നടുവിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ആവശ്യം, ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അത്തരം ഒരു ഫിഗറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ബാന്ധവങ്ങളും അത്തരം എന്താ പറയുക അവിശുദ്ധ ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അതിനെതിരെയുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പലതരത്തിലുള്ള സാധ്യതകൾ നമുക്ക് തുറന്നു വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഈ സാധ്യതകൾ എത്രത്തോളം തെളിഞ്ഞു വരുന്നുള്ള വലിയ പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഇലക്ഷനിലൂടെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന നമുക്ക് ചിലപ്പോൾ പലപ്പോഴും നമ്മളത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സാധ്യതകൾക്കും നമ്മുടെ ഒരു ഇടപെടലിനൊക്കെ അപ്പുറത്തേക്കായിരിക്കാം ഫാഷിസ്റ്റുകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കൾച്ചറൽ ഇൻ്റർവെൻഷൻ സാധ്യമാണ്. ഓരോ പ്രദേശത്തും നമുക്ക് ഇടപെടാവുന്ന രീതിയിലുള്ള സാംസ്കാരികമായ, അതോടൊപ്പം തന്നെ സാംസ്കാരികം ഒരിക്കലും രാഷ്ട്രീയമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് രാഷ്ട്രീയവും സംസ്കാരവും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സംഗതിയാണ്. എപ്പോഴും ഒന്നിച്ച് നിൽക്കേണ്ട സംഗതിയും കൂടെയാണ്. അത്തരം ചെറിയ പ്രതിരോധങ്ങൾക്കാണ് ഇനി സാധ്യത ഉള്ളത്. അത്തരമൊരു സാധ്യത ഉണ്ടാവുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്താൻ അങ്ങനെ ഒരു അത്തരമൊരു എല്ലാത്തരം പ്രത്യാശയും മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.